സുചേട്ടാ നമസ്കാരം. നമസ്കാരം. പുടിൻ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ലോകരാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ്. പക്ഷെ ഇത്ര ഭീകരമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ല. കാരണം ഇപ്പൊ ക്വാഡൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. ക്വാഡ് രംഗത്തെത്തിയിട്ട് പറയുന്നത് ഈ റെഡ് ഫോർട്ടിൽ ആക്രമണം നടത്തിയ ആ ഭീകരവാദികളെ നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കൂ, ഞങ്ങൾ വന്ന് തകർത്ത് തരിപ്പണമാക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനൊരു സംഭവം നമ്മുടെ രാജ്യത്ത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ക്വാഡ് ഹാസ് കോൾഡ് ഫോർ സ്വിഫ്റ്റ് ഗ്ലോബൽ ആക്ഷൻ ടു ബ്രിങ് ദ പെർപെട്രേറ്റേഴ്സ് ഓഫ് ദ റെഡ് ഫോർട്ട് അറ്റാക്ക് ടു ജസ്റ്റിസ്. Quad also strongly condemned cross-border terrorism and urged nations to deny safe haven to terrorists എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം ക്വാഡ് എന്ന് പറയുന്നത് ബ്രിക്സ് കയറി വരുമ്പോൾ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പൊ അവരാണിപ്പോ രംഗത്തെത്തിയിട്ട് അതിനകത്ത് ഓസ്ട്രേലിയ ഉണ്ട്, ജപ്പാൻ ഉണ്ട്, US ഉണ്ട്, ഇന്ത്യ ഉണ്ട്. അവരാണ് രംഗത്തെത്തിയിട്ട് ഇപ്പൊ ഞങ്ങൾ ശരിയാക്കി തരും. ഒരു വലിയൊരു വാർത്തയാണ്. പക്ഷെ അതിനെക്കാട്ടിലും വലിയൊരു വാർത്ത നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ അമേരിക്കയും ജപ്പാനും US എല്ലാം ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഓക്കെ ഫൈൻ, അതൊക്കെ ഒരു സൈഡിൽ ഇരുന്നോട്ടെ. അതിനെക്കാട്ടിലും വലിയൊരു വാർത്ത നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സെലൻസ്കി വരുന്നുണ്ട്. സെലൻസ്കി പുടിൻ ഇങ്ങോട്ട് വന്നു പോയതിനു ശേഷം സെലൻസ്കി നമ്മുടെ CID മൂസയില് ഈ ഹരിശ്രീ അശോകൻ കൊച്ചിൻ എനിഫോട് പറയുന്ന ഒരു സീനുണ്ടല്ലോ, അല്ല കൊച്ചിൻ എനിഫോ ഹരിശ്രീ അശോകൻ പറയുന്ന സീനുണ്ട്, അതുപോലത്തെ ഒരു മൊബൈൽ എനിക്കും വേണം, എന്തിനാ അത് തന്നെ ആക്കുന്നത്, അത് തന്നെ അടിച്ചു തരിഞ്ഞ എന്ന് പറയുന്നത് പോലെ അതുപോലൊരു ചർച്ച നമുക്കും വേണം. കാരണം നമ്മളാണല്ലോ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. അതുകൊണ്ട് സെലൻസ്കി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. സെലൻസ്കി മോദിയെ കാണുമെന്ന് പറയുന്നുണ്ട്, കൊണ്ടുപിടിച്ച് വരികയാണ്. അപ്പോ പല ആൾക്കാരും പറയുന്നുണ്ട് ചോദിച്ചോട്ടെ, ഈ ഭാരതം നമ്മുടെ ഇന്ത്യ വൈകാതെ തന്നെ ഡീപ് സ്റ്റേറ്റ് ആവുമെന്ന്. അപ്പോൾ ഇത്രയും വലിയൊരു യുദ്ധം ലോകരാജ്യങ്ങളിൽ കിടുകിട വിറപ്പിക്കുന്ന, യൂറോപ്പ് പോലും വിറച്ചു നിൽക്കുന്ന ഇത്രയും വലിയൊരു യുദ്ധത്തിലെ രണ്ട് വലിയ നേതാക്കൾ ഇന്ത്യയിൽ എത്തിയിട്ട് ചർച്ച ചെയ്ത് തിരിച്ചു പോവുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഭവമാണ്. അതിന്റെ കൂട്ടത്തിൽ ക്വാഡ് വരുന്നു. എല്ലാ ലോകരാജ്യങ്ങളും ഇന്ത്യയെ ഉറ്റുനോക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ ഇടയിൽ മുൻ പെന്റഗൺ ഉദ്യോഗസ്ഥൻ അവിടെ കിടന്ന് തെറിവിളിയും ബഹളവുമായിട്ട് നിങ്ങൾ ഇന്ത്യയോട് കാണിച്ചതിന്റെ ആ ഒരു ഇതാണ് ഇപ്പൊ എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടേക്ക് പോകുന്നത്, നിങ്ങൾക്ക് ഭ്രാന്താണോ എന്ന് ഡൊണാൾഡ് ട്രംപിനോട് ചോദിക്കുന്നു. അസീം മുനീർ ഇനി നമ്മുടെ നാട്ടിൽ വന്ന് അവനെ അറസ്റ്റ് ചെയ്യണോ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നമ്മുടെ രാജ്യം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വഗുരു, അപ്പൊ ഈ കളിയാക്കിയ ആൾക്കാർ പറയുന്ന ഒരു ഇതുണ്ട്, വിശ്വഗുരു എന്ന് പറയും അതിനെ. അപ്പൊ അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തതിന്റെ ഒരു മാനസികാവസ്ഥയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതൊക്കെ മറയ്ക്കാനായിട്ട് അവര് ഇത്രയും വലിയ വാർത്തകളൊക്കെ വരുമ്പോൾ അവര് മറ്റേ ഈ ദളിത് പീഡനം കണ്ടില്ലേ, ദളിതരെ അവിടെ അടിച്ചു കൊല്ലുന്നു, കണ്ടില്ലേ അവിടെ ഫ്ലൈറ്റ് ക്രാഷ് ആകുന്നു, നമ്മൾ വാർത്തകളൊക്കെ എടുത്തു വെച്ച് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഇതിൽ തോന്നുന്നത്? നമ്മുടെ ഭാരതം യഥാർത്ഥത്തിൽ ഡീപ് സ്റ്റേറ്റ് ആയി മാറുകയാണ്. ധനുഷ് വിട്ടുപോയ ഒരു കാര്യം കൂടെ ഉണ്ട്, ഒരു പ്രധാന വാർത്ത കൂടെ ഉണ്ട്. അതായത് അമേരിക്കയുടെ പ്രതിനിധി സംഘം December 10 എത്തുകയാണ്, എത്രയും പെട്ടെന്ന് വ്യാപാര കരാർ ഒപ്പുവെക്കാനായിട്ട്. അങ്ങനെ 3 വാർത്തയാണ് നമുക്കുള്ളത്. ഇതിനകത്ത് ആദ്യം തന്നെ നമ്മൾ കോഡ് സഖ്യം ഇന്ത്യയിലേക്ക് എത്തുന്നത് വലിയൊരു നയതന്ത്ര വിജയം എന്ന് പറയാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടുത്തെ മോദി വിരുദ്ധ മാധ്യമങ്ങൾ, ഇന്ത്യ വിരുദ്ധ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്, വികാസ കേൾക്കാവോ? കേൾക്കാം. കഴിഞ്ഞ ദിവസം ഈ ഇന്ത്യ വിരുദ്ധ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം, യൂറോപ്പ് ഇന്ത്യയെ വെറുക്കുന്നു, യൂറോപ്പ് ഇന്ത്യയെ ഒറ്റപ്പെടുത്തുന്നു, അമേരിക്ക ഇന്ത്യ ചവിട്ടി മൂലക്കിട്ടുന്നുള്ളൂ. ഇവിടെ മോദി ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങോട്ടേക്ക് എല്ലാവരെയും വിളിച്ചു വരുത്തുന്നു, ഇല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് എല്ലാവരെയും ആകർഷിക്കുന്ന മകുടി ഊതിക്കൊണ്ടു പോകുന്ന ഒരു കഥ നമ്മൾ മുമ്പ് വായിച്ചിട്ടുണ്ട്. മകുടി ഊതുമ്പോൾ അതിന് പിന്നാലെ കുട്ടികൾ നടന്നു പോകുന്ന ഒരു കഥ കുട്ടിക്കാലത്ത് നമ്മൾ വായിച്ചതിന് സമാനമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പുടിൻ ഇവിടെ വന്ന് ലോകത്തോട് ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. പുടിൻ പറഞ്ഞു, ഇന്ത്യ ഇല്ലാതെ ലോകത്തിന് ഇനി ഒരടി മുൻപോട്ട് പോകാൻ കഴിയില്ല, സമ്മർദ്ദത്തിന് വഴങ്ങുന്ന നേതാവല്ല നരേന്ദ്രമോദി എന്നൊരൊറ്റ പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അതിന് തൊട്ടു പിന്നാലെ നമ്മൾ കണ്ട വാർത്ത, അമേരിക്കൻ പ്രതിനിധി സംഘം US ഡെപ്യൂട്ടി ട്രേഡ് റെപ്രസെന്റേറ്റീവ് റിക് സ്വിറ്റ്സറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം എത്തുകയാണ്. വ്യാപാര കരാർ പുടിനും മോദിയുമായി ഒപ്പുവെച്ച കരാർ പ്രകാരം 2030 ആകുമ്പോഴേക്കും $100 ബില്യൺ വ്യാപാരം നമുക്ക് തമ്മിൽ നടത്തണം. ഇപ്പൊ നിലവിൽ 77 ഉണ്ട്, അത് 100 എത്തിക്കണമെന്നാണ് പറയുന്നതെങ്കിൽ 2030 ആകുമ്പോഴേക്കും $500 ബില്യൺ കരാറിന്റെ ഇതുമായിട്ടാണ് ഇപ്പോൾ അമേരിക്ക എത്തുന്നത്. ഈ വർഷം തന്നെ അമേരിക്കയ്ക്ക് ഇത് ഒപ്പിട്ടാൽ മതിയാകൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു പ്രധാന അവസ്ഥ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രംപ് ഈ November 11 ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ താരിഫ് കുറയ്ക്കുന്ന കാര്യം. കാരണം ട്രംപിന് ഇപ്പൊ മുഖം രക്ഷിക്കാൻ ഒരു കാര്യമുണ്ട്. കാരണം റിലയൻസ് ഇപ്പോൾ അവിടുന്ന് എണ്ണ വാങ്ങുന്നില്ല. അപ്പൊ ആ ഒരു പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ താരിഫ് കുറയ്ക്കാൻ കഴിയും. പക്ഷെ എണ്ണ റഷ്യയിൽ നിന്ന് നിർത്തില്ല എന്നുള്ള കാര്യം ഇന്ത്യ വ്യക്തമായി കഴിഞ്ഞു. അതായത് ഒരു സൈഡിൽ റഷ്യയെ വിടാതെ ചേർത്തു പിടിച്ചുകൊണ്ട് മറു സൈഡിൽ അമേരിക്കയുമായി നടത്തുന്ന ഉഗ്രം നയതന്ത്രം തന്നെ ഇതിന് നമുക്ക് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ 1 മാസമായിട്ട് ഇന്ത്യ അമേരിക്കയും തമ്മിൽ ഒരു ചർച്ചയും ഈ വ്യാപാര കരാറിൽ നടത്തിയിട്ടില്ല. അത് തത്തുപോയി എന്നെല്ലാവരും കരുതിയെടുത്താണ് വീണ്ടും ആ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവര് ഇവിടെ എത്തുന്നത്. 10 മുതൽ 12 തീയതി വരെ 3 ദിവസം അവരിവിടെ തന്നെ ഉണ്ടാകും. ഒന്നത്. രണ്ടാമത്തെ കാര്യം, പീയൂഷ് ഗോയൽ വീണ്ടും പറഞ്ഞിരിക്കുന്നു, കൃഷിയും പാലുൽപ്പന്നങ്ങളിലും
അടിയറ വെക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇരു രാജ്യങ്ങൾക്കും ഗുണപ്രദമാകുമെങ്കിൽ ഒപ്പിടുമെന്ന് പറഞ്ഞു. അപ്പൊ ഏത് വിധേനയും ഈ വ്യാപാര കരാർ ഒപ്പിടുക, ഇന്ത്യയെ കൂടെ നിർത്തുക എന്നുള്ളതാണ് അമേരിക്ക ലക്ഷ്യമാക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ജിയോ പൊളിറ്റിക്സ് മാറി മറിയുന്നു, ലോകക്രമം മാറി മറിയുന്നു എന്ന് പുടിൻ തന്നെ ഇവിടെ പറയുന്നു. വൻ ശക്തികൾ ഞങ്ങൾ ഒരു ഇതിലേക്ക് മാറുകയാണ് എന്ന് പുടിൻ കൊടുത്ത ഒരു മുന്നറിയിപ്പാണ്. ഇതിന് പിന്നാലെ നമ്മൾ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ കോഡ് സഖ്യം എത്തുക എന്നുള്ളത്. ഇത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഒരു വലിയ വിജയമാണ്. കാരണം നമ്മുടെ രാജ്യത്ത് എപ്പോഴും ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ കടക്കുമ്പോൾ നമ്മളെല്ലാ രാജ്യങ്ങളിലും പറയും ഞങ്ങളെ അതിർത്തി കടന്ന് ഭീകരവാദ പ്രവർത്തനം നടത്തുന്നത്, നിങ്ങളൊക്കെ ഒന്ന് ഇടപെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാന്നൊരക്ഷരം ഇന്നേ വരെ ഒരൊറ്റ യൂറോപ്യൻ രാജ്യങ്ങളും പറഞ്ഞിട്ടില്ല. ഈ അടുത്ത കാലത്താണ് അവർ അപലപിക്കാനെങ്കിലും ചില രാജ്യങ്ങൾ തയ്യാറായിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഇല്ല ഇപ്പൊ ഇടപെടുമെന്നല്ല പറയുന്നത്. ഇടപെടുന്ന വെച്ചാൽ ചർച്ച നടത്താനൊന്നും ഇടപെടുന്നല്ല. നിങ്ങൾ ഇത് കാണുന്നില്ലേ, നിങ്ങൾ അന്വേഷിക്കൂ, ഇതേ അവന്മാർ ഇവിടെ കയറി വന്ന് ചെയ്യുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു. കാരണം ലോകത്തിന് മുമ്പിൽ ഇന്നിപ്പോ നമ്മൾ പറയാറില്ല ആരുടെ. കാരണം നമ്മൾ കയറി അടിക്കുക ചെയ്യുന്നത്, നമ്മളെ അടിക്കും, നമ്മൾ തിരിച്ചടിക്കും. ആരുടെ നമ്മൾ ബോധിപ്പിക്കാനൊന്നും പോകാറില്ല. അതുകൊണ്ട് എന്ത് പറ്റി? കോഡ് സഖ്യത്തിന് അപകടം മണത്തു. കാരണം കോഡ് സഖ്യം എന്തിനാണ് രൂപീകരിച്ചത്? ഒരു സംയുക്തമായിട്ടുള്ള ഒരു സൈനിക സഖ്യം തന്നെയാണ് കോഡ് സഖ്യം എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ഈ അജണ്ടയ്ക്കകത്തുള്ള അതെന്തിനു രൂപീകരിച്ചെന്ന് വെച്ചാൽ അതിനകത്തൊരു പ്രധാന അജണ്ട ഗ്ലോബൽ ടെററിസമാണ്. ഈ അവരുടെ ഒരു സഖ്യകക്ഷിയുടെ രാജ്യത്ത് ഒരു ടെററിസം നടക്കുമ്പോൾ അവർ മാറി നിന്ന് കഴിഞ്ഞാൽ കോഡ് സഖ്യത്തിന് എന്ത് പ്രസക്തിയാണ്? കഴിഞ്ഞ ദിവസം G7 പുടിനെടുത്ത് കൊടുത്തല്ലോ. ഇനി അടുത്ത കോഡ് സഖ്യത്തെ എടുത്ത് കൊടുക്കുമോ എന്നുള്ള പേടി കൊണ്ടാണോ അല്ലയോ എന്നറിയത്തില്ല. അവർ പാഞ്ഞുകീറി വരുന്ന അതിനാണ്. ഈ ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനം ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ഇത് ഗ്ലോബൽ ടെററിസമാണ് എന്നൊക്കെ അവർ പറയുന്നതിന് കാരണം അവരുടെ സഖ്യകക്ഷിയായിട്ടാണല്ലോ ഇന്ത്യ നിൽക്കുന്നത് കോഡ് സഖ്യത്തിൽ. ഇപ്പൊ ഈ ഒരു സംഭവത്തിൽ അവര് വന്നില്ല, അവർ സംയുക്തമായിട്ട് അപലപിച്ചില്ല എങ്കിൽ ആ സഖ്യം കൊണ്ട് പ്രസക്തിയില്ല. തന്നെ ആ സഖ്യം ചത്ത് കിടക്കുകയാണ്, ട്രംപ് വന്നിട്ടില്ല, അതിന് മീറ്റിംഗ് ഒന്നും കൂടിയിട്ടില്ല. അപ്പൊ അതൊരു വലിയ നയതന്ത്ര നീക്കം എന്ന് പറയേണ്ടി വരും. കാരണം നമ്മൾ പറയാതെ തന്നെ അവരിവിടെ വരുന്നു. കാരണം അവർ വരുന്നത് എന്തിനാണെന്നുള്ള നമുക്കറിയാമല്ലോ. ഇത് ടെററിസം, അവരിതെല്ലാം വന്ന് അന്വേഷിക്കുന്നു, ഗ്ലോബൽ ടെററിസം ആണെന്നൊരു പ്രസ്താവന നടത്തി പോകാനാണ്. അതും ഇന്ത്യയെ സംബന്ധിച്ചൊരു വലിയ നയതന്ത്ര വിജയമാണ്. അതിലൊക്കെ എനിക്ക് സന്തോഷം പകരുന്നൊരു വാർത്ത നമ്മുടെ ശ്രീമാൻ സെലൻസ്കി ഇവിടെ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അടുത്ത മാസം ആദ്യം സെലൻസ്കി ഇവിടെ എത്തുകയാണ്. 2026 ജനുവരിയിൽ സെലൻസ്കി എത്തുന്നു. മിക്കവാറും മാർച്ചോടുകൂടി ശ്രീമാൻ ട്രംപ് ഇന്ത്യയിൽ എത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു വിവരം. അദ്ദേഹം നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞിരുന്നതാണത്. അപ്പൊ ജനുവരി നമുക്ക് തുടക്കം 2026 തുടക്കം ലോക നേതാക്കൾ കുറച്ചുപേരൊക്കെ വരുന്നുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ ട്രംപ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ ഡിസംബറിൽ വ്യാപാര കരാറിന് എന്തെങ്കിലും തീരുമാനമായി കഴിഞ്ഞാൽ അത് ഒപ്പിടുന്നതിന് വേണ്ടി കൂടെ ഒക്കെ ആയിരിക്കണം അദ്ദേഹം വരുന്നത്. അത് തന്നെയല്ല, പുടിൻ വന്ന് പോയ സ്ഥിതിക്ക് പുള്ളി വരാതിരിക്കാനും കഴിയില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു സ്ഥലം, കാരണം മറുഭാഗത്ത് ചൈന നിൽക്കുന്നുണ്ട്. അപ്പൊ അവർക്കും കൂടെ ഒരു മുന്നറിയിപ്പൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇന്ത്യയില്ല മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്ന് പുടിൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ശരിവെക്കുകയാണ്. സെലൻസ്കി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഈ പുടിനുമായി നടത്തിയ ചർച്ചയിൽ മോദി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ നിഷ്പക്ഷരല്ല, ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാനും കഴിയില്ല. റഷ്യ ഉക്രൈൻ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അതിൽ മാറി നിൽക്കാനും കഴിയില്ല. ഞങ്ങൾ സമാധാന പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരാണ്, പക്ഷെ നിഷ്പക്ഷരല്ല, ഞങ്ങൾ ഇതിൽ ഇടപെടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് നരേന്ദ്രമോദി പറയുകയുണ്ടായി. മുമ്പ് നമ്മൾ ചർച്ച നടത്തിയപ്പോൾ പറഞ്ഞിരുന്നു മോദി ഒരുപക്ഷെ ഇടപെട്ടുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ധനുഷ് ഓർക്കുന്നുണ്ടാവുമല്ലോ. അന്ന് നമ്മൾ പറഞ്ഞത് നമ്മളുടെ ഒരു ആഗ്രഹം മാത്രമാണ് നമ്മൾ പറഞ്ഞത്, അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ട്രംപിനെ സംബന്ധിച്ചാണ്, ട്രംപിന് ഈ രണ്ടു കൂട്ടർക്കും വിശ്വാസമില്ല. പുടിനും വിശ്വാസമില്ല, സെലൻസ്കിക്കും വിശ്വാസമില്ല, ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് ഒട്ടും വിശ്വാസമില്ല. ഇവിടെയാണ് ഇന്ത്യ പോലൊരു രാജ്യം ചതിക്കില്ല, അവര് വെക്കുന്ന ഒരു കരാറിൽ ചതിവുണ്ടാകില്ല എന്നുള്ളതാണ് എല്ലാവരും. കാരണം പുടിനുമായിട്ട് ഏറ്റവും അടുത്ത സൗഹാർദ്ദം പുലർത്തുന്നു, പുടിനോട് എന്തെങ്കിലുമൊക്കെ പറയാൻ കഴിയുന്ന കപ്പാസിറ്റി ഉള്ള ഒരു നേതാവ് ഇന്ന് ലോകത്ത് നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ. ട്രംപിനും കഴിയാറില്ല, പിന്നെ ഷീ ജിൻപിങ്ങിനും കഴിയാറില്ല. കാരണം ട്രംപിനൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പുടിൻ ഉടുത്തു വിടാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സെലൻസ്കി വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് അത് ഉറ്റുനോക്കുന്നത്. അത് മാത്രവുമല്ല, ഇന്ത്യ ഒരു വലിയ ഓഫർ ഉക്രൈന് നേരത്തെ തന്നെ വെച്ചിരുന്നു. അതും ഇതിനകത്തൊരു പ്രധാന ഘടകമാണ്. ഇപ്പൊ ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇന്ത്യയുമായിട്ട് ഡീലിന് തയ്യാറാകുന്നുണ്ട്. സെലൻസ്കിയോട് പറഞ്ഞിരുന്ന കാര്യം, യുദ്ധം തീർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പക്കൽ നിന്ന് കൂടുതൽ ഈ ഇരുമ്പുരുക്കുകളും മറ്റു സാധനങ്ങളും ഞങ്ങൾ ഇറക്കുമതി ചെയ്യാൻ തയ്യാറാണ്. അതുപോലെ ഞങ്ങൾ അങ്ങോട്ടേക്കും കയറ്റി ഒരു ഫ്രീ ട്രേഡിംഗ് കരാർ നിങ്ങളുമായിട്ട് ഒപ്പുവെക്കാൻ തയ്യാറാണെന്നാണ്. ഒരു വലിയ വിപണിയാണ് ധനുഷ് ഇന്ത്യ. അപ്പോൾ സെലൻസ്കി നോക്കുമ്പോൾ എന്താണ്, യുദ്ധം നല്ലൊരു എഗ്രിമെന്റ് പ്രകാരം യുദ്ധം തീരുകയാണെങ്കിൽ നല്ലൊരു ബിസിനസ് കൂടെ അതിൻ്റെ ഒപ്പം കിട്ടും. മറ്റേത് അമേരിക്കയുമായിട്ട് പോയിട്ടാണ് യുദ്ധം തീരുന്നെങ്കിൽ ഉക്രൈന്റെ 3/4 പങ്കും കൊണ്ട് അവർ പോകും. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ട്. അതിന് നമ്പാനും പറയത്തില്ല ട്രംപിന്. ഇത് ഏതൊക്കെയാണ് എഴുതി കൊടുക്കുന്നതും പറയാൻ പറ്റില്ല. ഇതാകുമ്പോൾ ഒരു കൃത്യതയും ക്ലാരിറ്റിയും ഉണ്ടാകും. അപ്പൊ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് പുടിൻ വന്നു പോയപ്പോൾ വലിയ മാറ്റങ്ങളാണ് നടന്നത്. വമ്പൻ 3 വാർത്തകൾ എന്ന് തന്നെ പറയാം. ഞാൻ ഇന്ന് മാധ്യമങ്ങളൊന്നും അത് കണ്ടില്ല, ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല. കാരണം ഇന്ന് ദിലീപിന്റെ കേസുണ്ട്, അതിന്റെ പുറകിലാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചതെങ്കിലും അവർ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 3 വമ്പൻ വാർത്തകളാണ്. ഒന്ന്, സെലൻസ്കി ഇവിടെ എത്തുന്നു, ഉക്രൈന്റെ ഭരണാധികാരി. രണ്ടാമത്തെ വാർത്ത, അമേരിക്ക എത്രയും പെട്ടെന്ന് വ്യാപാര കരാർ ഒപ്പിടുന്നതിന് അവരുടെ പ്രതിനിധി സംഘം ഇവിടെ എത്തുന്നു ഡിസംബർ 10-ന്. മൂന്നാമത്തെ ഒരു വാർത്ത എനിക്ക് വളരെ തമാശയും കൗതുകവും നിറഞ്ഞൊരു വാർത്തയാണ്. ഈ കോഡ് സഖ്യം ഈ ചെങ്കോട്ട സ്ഫോടനം അന്വേഷിക്കാൻ
എത്തുന്നു എന്ന് പറയുന്നത് എന്തായാലും നല്ല കാര്യമാണ്. നമ്മൾ ഒരുപാട് നാളുകൾ പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ രാജ്യം ആവശ്യപ്പെടുന്നതാണ്. നമ്മൾ ഈ തെളിവുകളൊക്കെ കൊണ്ട് ഐക്യരാഷ്ട്രസഭയിലും കാണിക്കാറുണ്ട്. ഒരാളും തിരിഞ്ഞു നോക്കാറില്ല അതിനെക്കുറിച്ച്, ഒന്നും പറയാറില്ല ഇതിന്റെ പിന്നിൽ ആരാണെന്നൊക്കെ. അപ്പൊ അവർ വരട്ടെ, അവരെന്താണ് പറയുന്നത് അറിയട്ടെ. ഏതായാലും ഇത് നരേന്ദ്രമോദിയുടെ തന്നെ വിജയമാണ്. വിശ്വഗുരു എന്നൊന്നും നമ്മൾ പറയുന്നത് വെറുതെ ആകില്ല. കാരണം വിശ്വഗുരു എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സമ്പ്രദായമല്ലല്ലോ. ഒരു ഗുരുവാകണമെങ്കിൽ എത്ര നാളത്തെ പ്രയത്നം വേണം? 11 വർഷം കൊണ്ട് ഗുരുവാകാൻ കഴിയുമോ? ഇല്ല. അതിന്റെ ലാഞ്ചനകൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നായിരിക്കും നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയുന്നത്.